മാഡം ഇപ്പോൾ ഇന്നലെ വരെ പേര് വിളിച്ചതാണ് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ താങ്കൾ പരാതി കൊടുക്കുമ്പോൾ നിയമപ്രകാരം ആ പേര് പിന്നെയും പറയാം, എല്ലാവർക്കും അറിയാമെങ്കിൽ കൂടി പിന്നെയും പേര് പറയാൻ തൽക്കാലം നിർവാഹമില്ല. മാഡം ഇപ്പോൾ ഇന്ന് പരാതി കൊടുത്തു, മൊഴിയെടുക്കൽ പ്രോസസ്സിലേക്ക് കടന്നോ താങ്കളുടെ പരാതി? ഇല്ല, ഞാൻ എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഞാനൊരു ചാനൽ ചർച്ചയിൽ വന്നപ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. നമ്മൾ ചർച്ച ചെയ്യാൻ വന്നത് മറ്റൊരു കാര്യം, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുക എന്നതായിരുന്നു ആ ഉദ്യമം. ആ സമയത്ത് അവർ ചോദിച്ചപ്പോൾ കൃത്യമായിട്ട് എനിക്ക് 2013 വന്നൊരു അനുഭവം എനിക്കവിടെ പറയേണ്ടി വന്നു. അത് കൃത്യവും വ്യക്തവുമാണ് ആ പരാതി, മീൻസ് ആ ഇൻസിഡൻറ്റ്. അപ്പോൾ അത് വന്നപ്പോൾ പിന്നീട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ചർച്ചകളെന്ന് പറയുന്നത് നമ്മൾ നോക്കുമ്പം നമ്മൾ പറഞ്ഞത് തന്നെ ഏതാണ്ട് ഫെയിമിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അന്ന് 2013 നടന്ന സംഭവം ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെടുത്തി ഇപ്പോൾ എന്തിന് ഇഷ്യൂ ചെയ്ത് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തപ്പോൾ അങ്ങനെ അല്ലല്ലോ. നമുക്ക് അനുഭവപ്പെട്ടൊരു സാധനം നമ്മൾ ഇത്രയും മാധ്യമത്തിന് മുമ്പിൽ വന്ന് പറയുമ്പോൾ അത് തെളിയിക്കേണ്ട ബാധ്യതയും കൂടെ എനിക്കുണ്ട്. അത് പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് പറഞ്ഞിരിക്കുന്നത് വലിയൊരു നടൻ്റെ പേരാണ്. ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിലും ആളുകൾ പല രീതിയിൽ അസ്യൂം ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ മൊഴി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പരാതിയിൽ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് അതുണ്ട്. അപ്പം ഇത്രയും ഇന്നലെയൊക്കെ മിനിങ്ങാന്ന് ഞാൻ അല്ലെങ്കിൽ ഇതിൻ്റെ പുറകിൽ പോകണ്ടായിരുന്നു, ടൈമില്ല, പല ഉത്തരവാദിത്തങ്ങളുള്ളതുകൊണ്ട് വേണ്ടാന്ന് വെച്ചാണ്. പക്ഷേ വിഷയം റൈസ് ചെയ്യും, പല പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇറങ്ങിയേ പറ്റുള്ളൂ, വിഷയം കളയില്ല. എൻ്റെ കാര്യം ഹോൾഡ് ചെയ്ത് വെക്കാം, ഓക്കെ എന്ന് വിചാരിച്ചൊരു സാധനത്തിന് ഞാൻ പണം വാങ്ങി 2 കോടി രൂപ മേടിച്ച് ഇവരുമായിട്ട് ഒത്തീർപ്പാക്കിയെന്നും പിന്നെ എനിക്ക് അയാളുടെ വലിയ ബഡ്ജറ്റ് സിനിമ വരുന്നു അത് തകർക്കില്ലേ, അങ്ങനെ പല പല ഏരിയയിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നു, ഭയങ്കരമായിട്ട് പല ഓഡിയോ മെസ്സേജുകൾ വരുന്നു, ഭീഷണിയില്ലെങ്കിലും വേറൊരു താളത്തിൽ സാധനം കൊണ്ടുപോകുന്നു. അതായത് നിങ്ങളത് ഇപ്പോഴും ഓർത്ത് വെച്ചിട്ട് എന്നെ വലിച്ചിടുമോ എന്നുള്ളൊരു ഭയം അവർക്കുണ്ടതുപോലെ എനിക്ക് തോന്നി. പിന്നെ എൻ്റെ ഒരു ഐഡൻറ്റിറ്റി ചോദ്യം ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ടുള്ള അറ്റാക്കുകൾ വന്നു. ഇവർ ഓരോ ദിവസവും ഓരോ ആളുകളുടെ പേര് പറയുന്നു, ഇവരേതാണ്ട് വെറുതെ പറയുന്നതാണ്, ഇപ്പോൾ ആളാവാൻ വന്നതാണ്. അപ്പോൾ അങ്ങനെ തുടങ്ങി പല വാക്കുകളും പലയിടത്തുനിന്നും കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിചാരിച്ചു തീർച്ചയായിട്ടും ഇതൊരു നമ്മുടെ പറയാനുള്ള കാര്യം വ്യക്തമായി, ഇനി പേര് ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. ഞാനിതുവരെയും മീഡിയയുടെ മുമ്പിൽ ആളുടെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥരായിട്ടുള്ള 2 വനിതാ IPS ഓഫീസർമാർ പൂങ്കുഴലി മാഡവും അതേപോലെ ഐശ്വര്യ ഡോങ്ക്ര മാഡവും ബന്ധപ്പെടുകയും പൂങ്കുഴലി മാഡത്തിന് 5 മിനിറ്റ് നേരിൽ പോയി കാണുകയും ചെയ്തു. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായി പറയുകയും ചെയ്തു. അപ്പോൾ ഐശ്വര്യ മാഡം അതിനുശേഷം എനിക്ക് മെയിൽ ID തന്നു, ഇതിലേക്ക് നമുക്ക് പറയാനുള്ള സ്റ്റേറ്റ്മെൻറ്റ്, നമ്മൾക്ക് കംപ്ലയിൻറ്റ് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അന്ന് നടന്ന ഇൻസിഡൻറ്റ്, സമയം, സാഹചര്യം, ഡേറ്റ് നമുക്ക് എക്സാക്ട്ലി അറിയാൻ പറ്റില്ല, വർഷം എല്ലാം വെച്ചിട്ട് കൊടുക്കാൻ പറഞ്ഞു. ആരാണോ ഓപ്പോസിറ്റ് നമ്മളെ അബ്യൂസ് ചെയ്യാൻ ട്രൈ ചെയ്തത് അല്ലെങ്കിൽ താങ്കൾ അബ്യൂസ് ചെയ്ത ആളെന്ന് കരുതപ്പെടുന്ന ആൾക്കെതിരെ പിന്നെയും പരാതികൾ ഉണ്ടാവുന്നുണ്ട്, അവരും പരാതിയുമായി മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ഇപ്പോഴും ആ സൂപ്പർ സ്റ്റാറിന്റെ പേര് വെളിപ്പെടുത്തണ്ട എന്നാണോ താങ്കളുടെ തീരുമാനം? അത് എൻ്റെ പേഴ്സണൽ തീരുമാനമല്ല, ഞാൻ എൻ്റെ ഫാമിലിയെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. എനിക്ക് 2 ആൺകുട്ടികളാണ്. അപ്പോൾ എനിക്ക് എൻ്റെ അച്ഛനമ്മ സഹോദരങ്ങൾ, എൻ്റെ ആൺകുട്ടികൾ, എൻ്റെ മക്കളോടൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഇളയ മകൻ എന്നെ വിളിച്ചിട്ട് അമ്മ പേര് പറയണ്ട, കാരണം അവരുമൊക്കെ അത്ര ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ അവർ പലപ്പോഴും പല കാര്യത്തിലും ഇന്ന ആൾ അമ്മയുടെ സുഹൃത്താണെന്നോ അല്ലെങ്കിൽ പല കാര്യങ്ങൾ ചെയ്തതിനൊക്കെ ഫോട്ടോസൊക്കെ ചിലപ്പോൾ കണ്ടാണ്. അപ്പോൾ കുട്ടിക്കൊക്കെ ചിലപ്പോൾ മാനസികമായിട്ട്, അവർ ചെറിയ മക്കളാണ്, അവർ ആഘോഷത്തിൽ കൊണ്ടുവരുന്ന ആൾക്കാരുടെ മുമ്പിൽ അതായിരിക്കണം മേ ബി. അപ്പോൾ എൻ്റെ മകൻ്റെ ഒരു വാക്ക് ഞാൻ അവനെ കൺവിൻസ് ചെയ്യണമെങ്കിൽ ഇനി ആ രീതിയിൽ എടുക്കണം. അവൻ എൻ്റെ അച്ഛനും അമ്മയും എടുത്ത് നാട്ടിൽ കൊല്ലത്താണ് ഉള്ളത്. അപ്പം ഞാൻ അവിടെ പോയിട്ടില്ല, കാരണം മീഡിയ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ടിരിക്കുന്നുണ്ട്. അതുമല്ല ഞാൻ ഒളിച്ചോടിയുന്ന ഒരു വാക്കും എന്തായാലും അവരെ കൺവിൻസ് ചെയ്തതിനു ശേഷം ആ പേര് പറയുമെന്നാണ് താങ്കൾ പറയുന്നത്. ഓക്കെ, താങ്കൾ പൂർണ്ണമായി താങ്കളുടെ വിവേചനാധികാരമാണ്, പറയണോ വേണ്ടയോ എന്നുള്ള കാര്യം. എന്തായാലും ശരി.